ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂത്ത് 1-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. റൂത്ത് 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 22 വാക്യങ്ങൾ. 2. റൂത്ത് 1-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ആണ് ഉള്ളത്? ഉത്തരം 2. 3. ഒന്നാമത്തെ ശീർഷകത്തിൻ്റെ പേര് എന്ത്? ഉത്തരം എലിമലേക്കും കുടുംബവും. 4. രണ്ടാമത്തെ ശീർഷകത്തിൻ്റെ പേര് എന്ത്? ഉത്തരം നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. 5. ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം ന്യായാധിപന്മാരുടെ ഭരണകാലത്ത്. 6. അന്ന് ഭാര്യയും പുത്രന്മാർ ഇരുവരും ഒത്ത് മൊവാബ് ദേശത്തെ കുടിയേറി പാർത്തത് ആരാണ്? ഉത്തരം യൂദയായിലെ ഒരു ബെത്ലഹേംകാരൻ. 7. മൊവാബ് ദേശത്തെ കുടിയേറി പാർത്ത ബെത്ലഹേംകാരൻ്റെ പേരെന്ത്? ഉത്തരം എലിമലേക്ക്. 8. എലിമലേക്കിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം നവോമി. 9. എലിമലേക്കിൻ്റെ പുത്രന്മാരുടെ പേരെന്ത്? ഉത്തരം മഹിലോൻ, കിലിയോൻ. 10. എലിമലേക്കും കുടുംബവും ബെത്ലഹേമിൽ നിന്നുള്ള ഏത് കൂട്ടരെന്നാണ് റൂത്ത് 1:2 പറയുന്നത്? ഉത്തരം എഫ്രാത്തിയർ. 11. എലിമലേക്കും കുടുംബവും മൊവാബിൽ എന്ത് ചെയ്തതായാണ് റൂത്ത് 1:2 പറയുന്നത്? ഉത്തരം അവർ മൊവാബിൽ താമസമാക്കി. 12. റൂത്ത് 1:3 പ്രകാരം എലിമലേക്കിന് എന്താണ് സംഭവിച്ചത്? ഉത്തരം എലിമലേക്ക് മരിച്ചു. 13. റൂത്ത് 1:3 ശേഷിച്ചവർ ആരെല്ലാം? ഉത്തരം നവോമിയും അവളുടെ പുത്രന്മാരും. 14. റൂത്ത് 1:4 നവോമിയുടെ പുത്രന്മാർ ആരെയാണ് വിവാഹം ചെയ്തത്? ഉത്തരം ഓർഫ, റൂത്ത് എന്നീ മൊവാബിയ സ്ത്രീകളെ. 15. നവോമിയും പുത്രന്മാരും ഭാര്യമാരും എത്ര വർഷമാണ് അവിടെ കഴിഞ്ഞത്? ഉത്തരം 10 വർഷം. 16. എവിടെ? മൊവാബ് ദേശത്ത്. 17. റൂത്ത് 1:5 ആരുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം നവോമിയുടെ പുത്രന്മാരുടെ മരണത്തെക്കുറിച്ച്. 18. നവോമി കേട്ടത് എന്താണ്? ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന്. 19. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട നവോമി എന്താണ് ചെയ്തത്? ഉത്തരം മരുമക്കളുടെ കൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. 20. മക്കളുടെ കൂടെ നവോമി എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ഉത്തരം അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന്. 21. നവോമി എവിടെയാണ് എത്തിയത്? ഉത്തരം യൂദയായിലേക്കുള്ള വഴിയിൽ. 22. മരുമക്കളോട് എങ്ങോട്ട് മടങ്ങിപ്പോകുവാനാണ് നവോമി ആവശ്യപ്പെട്ടത്? ഉത്തരം മാതൃഭവനങ്ങളിലേക്ക്. 23. മരുമക്കൾ ആരോട് കരുണ കാണിച്ചു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം മരിച്ചവരോടും എന്നോടും. 24. നവോമി എപ്പോഴാണ് മരുമക്കളോട് മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറഞ്ഞത്? ഉത്തരം യൂദയായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ. 25. കർത്താവ് നിങ്ങളെ എന്തിനനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ. 26. നവോമി മരുമക്കളെ ചുംബിച്ചപ്പോൾ അവർ എന്തു ചെയ്തു? ഉത്തരം അവർ പൊട്ടിക്കരഞ്ഞു. 27. ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞവർ ആരാണ്? ഉത്തരം നവോമിയുടെ മരുമക്കൾ. 28. റൂത്ത് 1:11 റൂത്ത് തൻ്റെ മരുമക്കളെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം എൻ്റെ മക്കളെ എന്ന്. 29. നിങ്ങൾ തിരിച്ചു പോകുവിൻ ആരോട് പറഞ്ഞു? ഉത്തരം റൂത്ത് തൻ്റെ മരുമക്കളോട്. 30. റൂത്ത് 1:12 എൻ്റെ മക്കളെ എന്ന് വിളിച്ചതിന് ശേഷം മരുമക്കളോട് നവോമി എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. 31. റൂത്ത് 1:13 നവോമി മരുമക്കളോട് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഉത്തരം 2 ചോദ്യങ്ങൾ. 32. ആരുടെ കരം തനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ കരം. 33. ഓർഫ എങ്ങനെയാണ് വിടവാങ്ങിയത്? ഉത്തരം അമ്മായിയമ്മയെ ചുംബിച്ച്. 34. നവോമിയെ പിരിയാതെ നിന്നത് ആരാണ്? ഉത്തരം റൂത്ത്. 35. ഓർഫ ആരുടെ അടുത്തേക്കാണ് മടങ്ങിപ്പോയത്?
ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. 36 അവളെപ്പോലെ നീയും പോകുക ആരാരോട് പറഞ്ഞു? നവോമി റൂത്തിനോട്. 37 തന്നോട് എന്ത് പറയരുത് എന്നാണ് റൂത്ത് നവോമിയോട് അപേക്ഷിച്ചത്? ഉത്തരം അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കുവാനോ. 38 തൻ്റെ ദൈവം ആരായിരിക്കുമെന്നാണ് റൂത്ത് പറഞ്ഞത്? ഉത്തരം അമ്മയുടെ ദൈവം. 39 അമ്മ പോകുന്നിടത്ത് ഞാനും വരും, അമ്മ ഡേഷ് ഞാനും വസിക്കും. ഉത്തരം വസിക്കുന്നിടത്ത്. 40 റൂത്ത് എവിടെ മരിച്ചെടുക്കപ്പെടുമെന്നാണ് നവോമിയോട് പറഞ്ഞത്? ഉത്തരം നവോമി മരിക്കുന്നിടത്ത്. 41 എന്ത് തന്നെ നവോമിയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും റൂത്തിന് നൽകിക്കൊള്ളട്ടെ എന്നാണ് റൂത്ത് പറഞ്ഞത്? ഉത്തരം മരണം. 42 ആരാണ് നവോമിയുടെ കൂടെ പോരാൻ ഉറച്ചത്? ഉത്തരം റൂത്ത്. 43 എന്തുകൊണ്ടാണ് നവോമി റൂത്തിനെ നിർബന്ധിക്കാതെ ഇരുന്നത്? ഉത്തരം റൂത്ത് നവോമിയുടെ കൂടെ പോരാൻ ഉറച്ചതിനാൽ. 44 നവോമിയും റൂത്തും എവിടെയാണ് എത്തിയത്? ഉത്തരം ബെത്ലഹേമിൽ. 45 ബെത്ലഹേമിൽ എത്തിയ നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഉത്തരം പട്ടണം മുഴുവൻ. 46 ബെത്ലഹേമിൽ എത്തിയ നവോമിയെയും റൂത്തിനെയും കണ്ട് സ്ത്രീകൾ ചോദിച്ചത് എന്താണ്? ഉത്തരം ഇത് നവോമിയോ എന്ന്. 47 നവോമി എന്ന് വിളിച്ച ബെത്ലഹേമിലെ സ്ത്രീകളോട് എന്ത് മറുപടിയാണ് നവോമി പറഞ്ഞത്? ഉത്തരം തന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. 48 ആര് തന്നോട് കഠിനമായിട്ടാണ് പ്രവർത്തിച്ചതെന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം സർവശക്തൻ. 49 ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് എങ്ങനെ പോയി എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം എല്ലാം തികഞ്ഞവളായി. 50 കർത്താവ് നവോമിയെ എങ്ങനെ തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം ഒന്നുമില്ലാത്തവളായി. 51 കർത്താവ് തന്നെ എന്ത് ചെയ്യുന്നു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം തന്നെ ഞെരുക്കുന്നു എന്ന്. 52 ആര് തനിക്ക് ആപത്ത് വരുത്തുന്നു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം സർവശക്തൻ. 53 കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ ഡേഷ് എന്ന് വിളിക്കുന്നു? ഉത്തരം നവോമി. 54 നവോമിയും റൂത്തും മൊവാബിൽ നിന്ന് ബെത്ലഹേമിലേക്ക് തിരിച്ചെത്തിയത് എപ്പോൾ? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. 55 നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം സന്തുഷ്ട. റൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.